മറ്റൊരു വാർത്തയിലേക്ക് പോകുമ്പോൾ 4 വർഷമായിട്ടും തുടങ്ങിയിടത്ത് തന്നെ നിൽക്കുന്ന റോഡ് നവീകരണത്തിന്റെ ഫലം കുണ്ടും കുഴിയും മഹാഗർത്തങ്ങളായി മാറിയെന്നത് മാത്രമാണ്. കേരളത്തിലെ ഏറ്റവും മോശമായ തകർന്ന തരിപ്പണമായ പെരിന്തൽമണ്ണ പുലാമന്തോൾ റോഡിന്റെ അറ്റകുറ്റപ്പണി എത്രയും വേഗം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം ലീഗും CPM-ഉം കോൺഗ്രസും മറ്റ് രാഷ്ട്രീയ കക്ഷികളും ജനകീയ മുന്നണി പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണ്. മലപ്പുറം പുലാമന്തോളിൽ ജനകീയ പ്രതിഷേധം നടക്കും. പെരിന്തൽമണ്ണ MLA നജീബ് കാന്തപുരവും പുലാമന്തോൾ പഞ്ചായത്ത് ഭരണസമിതിയും മറ്റ് രാഷ്ട്രീയ കക്ഷികളും ചേർന്ന് നാളെ പുലാമന്തോൾ കട്ടുപ്പാറയിൽ റോഡ് ഉപരോധിക്കും. നിർമ്മാണ കരാർ എടുത്ത കമ്പനിയും പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥരുമാണ് ഈ ദുരവസ്ഥയുടെ കാരണക്കാരെന്നും എത്രയും വേഗം സർക്കാർ പ്രശ്നത്തിൽ ഇടപെട്ട് റോഡ് ഗതാഗതം യോഗ്യമാക്കണമെന്നുമാണ് ആവശ്യം. ചൊവ്വാഴ്ച രാവിലെയാണ് ജനകീയ ഉപരോധം. CV അനുമോദിന്റെ റിപ്പോർട്ടിലേക്ക്. കേരളത്തിലെ ഏറ്റവും മോശം റോഡുകളുടെ പട്ടികയെടുത്താൽ അതിൽ ഒന്നാം സ്ഥാനത്തായിരിക്കും നിലമ്പൂർ പെരുമ്പിലാവ് സംസ്ഥാന പാതയിലെ പെരിന്തൽമണ്ണ മുതൽ പുലാമന്തോൾ വരെയുള്ള ഭാഗത്തെ ഉൾപ്പെടുത്തേണ്ടത്. കാരണം അത്രമാത്രം മോശമാണ്. ഗതാഗതത്തിന് ഒട്ടും യോഗ്യമല്ലാത്ത രീതിയിലാണ് ഈ ഒരു അന്തർ സംസ്ഥാന പാതയുടെ അവസ്ഥ. ഇതിൽ പ്രതിഷേധിച്ചാണ് രാഷ്ട്രീയ ഭേദമന്യേ ജനകീയ കൂട്ടായ്മ ചൊവ്വാഴ്ച ഈ മേഖലയിൽ പ്രധാന ജംഗ്ഷനായ കട്ടുപ്പാറയിൽ ജനകീയ പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. മുസ്ലിം ലീഗുകാരനായ നജീബ് കാന്തപുരം MLA-യും ഇടതുപക്ഷം ഭരിക്കുന്ന പുലാമന്തോൾ ഗ്രാമപഞ്ചായത്തും അതുപോലെ തന്നെ മറ്റ് രാഷ്ട്രീയ നേതാക്കളും ഒക്കെ ഈ ഒരു പ്രതിഷേധത്തിന് ഒരുമിച്ച് കൈകോർക്കുകയാണ്. ഈ റോഡിൻ്റെ ഒരു ദുരവസ്ഥ സംസ്ഥാന സർക്കാരിനെ അറിയിക്കാൻ അടിയന്തര നടപടി എടുക്കണമെന്നാവശ്യപ്പെടാൻ വേണ്ടിയാണ് രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഒരുമിക്കുന്നത്. ഈ റോഡിൻ്റെ നിർമ്മാണം 2019 ആരംഭിച്ചിരുന്നത്. 2020 സെപ്റ്റംബർ 20 ഈ റോഡിൻ്റെ നവീകരണത്തിൻ്റെ നിർമ്മാണം ആരംഭിച്ചിരുന്നത്. റീബിൽഡ് കേരളയുടെ ഭാഗമായിട്ടായിരുന്നു ഇതിൻ്റെ അറ്റകുറ്റപ്പണിയൊക്കെ നിശ്ചയിച്ചിരുന്നത്. പക്ഷേ വർഷം ഇത്ര കഴിഞ്ഞിട്ടും നിശ്ചയിച്ചതിൻ്റെ കാൽഭാഗം പോലും പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം പറയുന്നത് ഇത് കരാറെടുത്ത കമ്പനി ഇതിൽ വലിയ പിഴവ് വരുത്തി എന്നുള്ളതാണ്. പലതവണ സമയപരിധി നീട്ടി നൽകിയിട്ടും കരാറെടുത്ത കമ്പനി ഈ നിർമ്മാണം പൂർത്തിയാക്കിയില്ല. സർക്കാർ ഈ ഒരു കമ്പനിയെ നീക്കുവാൻ കോടതിയെ സമീപിച്ചു. കമ്പനി നീക്കാനുള്ള തീരുമാനം വന്നു. പക്ഷേ കമ്പനി ഹൈക്കോടതിയെ സമീപിച്ച് അതിന് സ്റ്റേ വാങ്ങുകയാണ്. MLA പറയുന്നത് മന്ത്രിയെ കുറ്റം പറയാനൊന്നും ഞാനില്ല, ഇത് മന്ത്രി ശ്രമിക്കാത്തത് കൊണ്ടുമല്ല, നിയമപരമായ ചില പ്രശ്നങ്ങൾ ഇതിൽ വന്നിട്ടുണ്ട്. കരാറെടുത്ത കമ്പനിയും പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥരുമാണ് ഈ ഒരു റോഡിന്റെ ദുരവസ്ഥയ്ക്ക് കാരണമെന്നാണ് നജീബ് കാന്തപുരം MLA പറയുന്നത്. അല്ല, നമ്മളിപ്പോൾ KSTP ഡിപ്പാർട്ട്മെന്റ് ഇതിലെ വളരെ പ്രധാനപ്പെട്ട കൾപ്രിറ്റ്സ് ആണ്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഇത് ഉത്തരവാദിത്തം നിർവഹിക്കേണ്ട, ഈ ചുമതല നിർവഹിക്കാത്ത ആളുകൾക്ക് ഇത് ഉദ്യോഗസ്ഥന്മാർ കൂടി ഇതിന് കൂട്ടുനിൽക്കുന്നുണ്ടെന്നുള്ള ഒരു ആക്ഷേപം എനിക്കുണ്ട്. ആ ആക്ഷേപം കൂടി ഇവിടെ ഉന്നയിക്കുകയാണ്. കാരണം അവരിപ്പോൾ PD അടക്കം, പ്രൊജക്ട് ഡയറക്ടർ അടക്കം, CE അടക്കമുള്ള ആളുകൾ ഇതിൽ ഉത്തരവാദിത്തം നിർവഹിക്കാത്തത് കൊണ്ട് തന്നെയാണ് ഈ പ്രശ്നമൊക്കെ സംഭവിക്കുന്നത്. അല്ല, മന്ത്രി ഇടപെടുന്നില്ല എന്നുള്ള ആക്ഷേപം ഞാൻ ഉന്നയിക്കുന്നില്ല. കാരണം നിരന്തരമായ മീറ്റിങ്ങുകളിൽ മന്ത്രിയുടെ ചേംബറിൽ തന്നെ നമ്മൾ നടത്തിയതാണ്. അപ്പോഴൊക്കെ ഇവർ വന്ന് തരുന്ന വാഗ്ദാനം നമ്മളോട് ഇപ്പോൾ കോൺട്രാക്ടിങ് കമ്പനിയുടെ ഭാഗത്ത് നിന്ന് അവരുടെ റെപ്രസെൻറ്റേറ്റീവ്സ്, അവരുടെ ഓണേഴ്സ് വരെ വന്ന് മീറ്റിങ്ങിലിരിക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഈ കമ്പനിയുടെ വളരെ പ്രധാനപ്പെട്ട വൈസ് പ്രസിഡന്റ് തന്നെയാണ് ഞങ്ങളെ മീറ്റിങ്ങിൽ പങ്കെടുത്തത്. അപ്പോൾ ആ മീറ്റിങ്ങിലും അവർ തരുന്ന ഉറപ്പ് എല്ലാം റെഡിയാണെന്നുള്ളത്. അപ്പോൾ പിന്നെയും ആ നിലക്ക് മുന്നോട്ട് പോയതാണ്. പക്ഷെ ഇനി അത് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ളത് തീർത്ത് ബഹുമാന്യനായ മന്ത്രി അറിയിച്ചിട്ടുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ഈ റോഡ് നിർമ്മാണം സെപ്റ്റംബർ 30 കുറച്ചെങ്കിലും പൂർത്തിയാക്കണമെന്ന ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമൊക്കെ അല്പമെങ്കിലുമൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. പക്ഷെ അതിനിടെ ഈ ഒരു കമ്പനിയെ നീക്കിക്കൊണ്ടുള്ള ഉത്തരവും, അതായത് KSTP-യിൽ നിന്നും കോൺട്രാക്ട് എടുത്ത കമ്പനി സബ് കോൺട്രാക്ട് നൽകിയ കമ്പനിക്കാണ് ഇതിന് വീഴ്ച വന്നിരിക്കുന്നതെന്നാണ് ജനകീയ കൂട്ടായ്മ പറയുന്നത്. അപ്പോൾ കോൺട്രാക്ട് എടുത്ത കമ്പനിയെ നീക്കിക്കൊണ്ടുള്ള ഉത്തരവും പുറത്തു വന്നിട്ടുണ്ട്. ഹൈദരാബാദ് ആസ്ഥാനമാക്കിയുള്ള KMC കൺസ്ട്രക്ഷൻസ് ആണെന്ന കമ്പനിയാണ് നീക്കിയിരിക്കുന്നത്. പക്ഷേ റോഡ് നിർമ്മാണം ചില ഭാഗങ്ങളിൽ അറ്റകുറ്റപ്പണി പോലെ നടക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും പോരാ. ഇത് അന്തർ സംസ്ഥാന പാതയാണ്. അതുകൊണ്ട് തന്നെ നിശ്ചയിച്ച രീതിയിൽ ഇത് പൂർത്തിയാക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. നിർമ്മിച്ച ഇടങ്ങളിലൊക്കെ തന്നെ അപാകതകളുണ്ട്. അതുകൊണ്ട് ഈ കമ്പനിയെ നീക്കി, നിയമപരമായ തടസ്സങ്ങൾ നീക്കി എത്രയും വേഗത്തിൽ റോഡിന്റെ നിർമ്മാണം പൂർത്തിയാക്കണമെന്നാണ് ജനകീയ കൂട്ടായ്മ ആവശ്യപ്പെടുന്നത്. ഒന്ന്, ഇങ്ങനൊരു ജനകീയ സമിതി ഉണ്ടാക്കിയതിൻ്റെ കാരണം തന്നെ ഇത് കക്ഷി രാഷ്ട്രീയ ഭേദമന്യാണ്. കാരണം അത്രയും ആളുകൾ ഒരു ഡെയിലി ഉപയോഗിക്കുന്ന ഒരു റോഡാണ്. പിന്നെ നമ്മുടെ ഒരു ഹോസ്പിറ്റൽ സിറ്റി എന്ന് പറയുന്ന പെരിന്തൽമണ്ണയിലേക്ക്
മറ്റ് പട്ടാമ്പി ആ ഭാഗങ്ങളിൽ നിന്നൊക്കെ ആംബുലൻസും മറ്റു കാര്യങ്ങളും എല്ലാം വരുമ്പോൾ രോഗിയെ അത്രയും പെട്ടെന്ന് അവിടെ എത്തിക്കുക എന്നുള്ളത് വളരെ ഒരു ബുദ്ധിമുട്ടായ കാര്യമാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ സർക്കാർ ഈ കമ്പനിയെ ടെർമിനേറ്റ് ചെയ്യാം എന്നുള്ള ഒരു ഇതിലെത്തിയ സമയത്ത് കോടതി വിധി പ്രകാരമാണ് ഇവർ വീണ്ടും ഈ കമ്പനി ഈ കരാറിൽ നിലനിർത്തി പോകുന്നത്. ആ സമയത്ത് അവർ ജനങ്ങളോടുള്ള ഒരു വെല്ലുവിളി പോലെയാണ്. ഇപ്പോൾ MLA ഇവിടെ സൂചിപ്പിച്ചു 114 കോടി രൂപയുടെ ഒരു പദ്ധതിയിൽ ഒരു ചെറിയ ഭാഗം 1 മണിക്കൂറൊക്കെയാണ് JCB വന്ന് പണിയെടുക്കുന്നത്. ഇപ്പോൾ ജനങ്ങളെ ഒരു വെല്ലുവിളിക്കുന്ന രീതിയിലാണെങ്കിൽ നമ്മൾ ഈ ജനകീയ സമിതി ആ ഒരു രീതിയിൽ തന്നെ സമരമായി മുന്നോട്ട് പോകും എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ ഈ ഒരു കമ്പനിയെ നീക്കിക്കൊണ്ടുള്ള സർക്കാർ തീരുമാനം വന്നതോടെ കൂടുതൽ നിയമപ്രശ്നങ്ങളിലേക്ക് കാര്യങ്ങൾ പോകുമെന്നാണ് മനസ്സിലാക്കാനാവുന്നത്. കാരണം ഈ കമ്പനി ചിലയിടങ്ങളിലൊക്കെ പണി പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെതിരെ അവർ ഹൈക്കോടതിയിൽ സ്റ്റേ വാങ്ങിക്കാനുള്ള സാധ്യതയുണ്ട്. ഇനി സ്റ്റേ വാങ്ങിയില്ല, ഈ കമ്പനിയെ നീക്കുകയാണെങ്കിൽ തന്നെ രണ്ടാമത് ടെൻഡർ നൽകി അതിൻ്റെ നടപടികൾ പൂർത്തിയാക്കി വേണം മറ്റൊരു കമ്പനിക്ക് ഈ റോഡിൻ്റെ നിർമ്മാണം പ്രവൃത്തികൾ ഏറ്റെടുക്കാൻ. അതിനും മാസങ്ങളെടുക്കും. ചുരുക്കത്തിൽ 2020 സെപ്റ്റംബറിൽ തുടങ്ങിയ ഈ ഒരു റോഡിൻ്റെ നവീകരണം അത് എന്ന് പൂർത്തിയാകുമെന്ന് ആർക്കും പറയാനാകാത്ത സ്ഥിതിയാണുള്ളത്. ഈ ഒരു അവസ്ഥയ്ക്ക് മാറ്റം കൊണ്ടുവരണം, അതിന് സർക്കാരിൻ്റെ അടിയന്തര ഇടപെടൽ വേണം എന്നാവശ്യപ്പെട്ടാണ് ചൊവ്വാഴ്ച കട്ടുപാറയിൽ ജനകീയ കൂട്ടായ്മ പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. എന്താണെങ്കിലും ഈ ഒരു കാര്യത്തിന് വേണ്ടി രാഷ്ട്രീയത്തിനപ്പുറം എല്ലാവരും ഒരുമിക്കുന്നു എന്നുള്ളതാണ് ഇതിലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഈ ഒരു പ്രതിഷേധം എത്രമാത്രം ഫലം കാണുമോ അല്ലെങ്കിൽ എത്രമാത്രം ഫലം കാണുമെന്നതൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടതാണ്. സർക്കാരിൻ്റെ ഇടപെടൽ അടിയന്തരമായി ഇവിടെ വേണ്ടതുമാണ്. കാരണം അത്രമാത്രം ദുരിതമാണ് ഈ റോഡ്, അത്രമാത്രം ദുരിത പാതയായിട്ട് ഇത് മാറിയിരിക്കുകയാണ്. നിരവധി വാഹനങ്ങൾ, അന്യസംസ്ഥാനങ്ങളിൽ നിന്നുള്ള വാഹനങ്ങൾ അടക്കം കടന്നു പോകുന്ന സംസ്ഥാനത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട റോഡാണിത്. അതുകൊണ്ട് തന്നെ സർക്കാർ ഈ ഒരു വിഷയത്തിൽ നിയമക്കുരുകൾ മറികടന്ന് ഈ റോഡിൻ്റെ അറ്റകുറ്റപ്പണി എത്രയും വേഗം പൂർത്തിയാക്കാനുള്ള നടപടികൾ കൈക്കൊള്ളുമെന്ന പ്രതീക്ഷയാണ് എല്ലാവർക്കും ഉള്ളത്. അതിന് ഈ ഒരു പ്രതിഷേധം സർക്കാരിൻ്റെ മുൻപിൽ ഇതിൻ്റെ ഒരു ഗൗരവം എത്തിക്കുവാൻ വേണ്ടിയാണ് സംഘടിപ്പിക്കുന്നത്. ഇനി ഇതുകൊണ്ട് തീർന്നില്ലെങ്കിൽ തിരുവനന്തപുരത്തെത്തി പ്രതിഷേധം രേഖപ്പെടുത്തുവാനും അല്ലെങ്കിൽ പ്രതിഷേധം അറിയിക്കുവാനും പ്രതിഷേധ പരിപാടികൾ തുടരുവാനും ഈ കൂട്ടായ്മയ്ക്ക് ആലോചനയുമുണ്ട്. രാഷ്ട്രീയത്തിനതീതമായി ഒരു ജനകീയ വിഷയത്തിന് വേണ്ടി ഒന്നിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ പ്രത്യേകത. ഇത് ഫലം കാണുമോ എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്. മലപ്പുറത്തു നിന്നും CB അനുമോദ്, News 18. അശ്വതി, അനുമോദ് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഒരു വിഷയത്തിന് വേണ്ടി ഒന്നിക്കുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ ഗൗരവം അത്രത്തോളം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കേണ്ട കാര്യമാണ്. പ്രതിഷേധം അതൊരു സൂചനയാണ്. അതെ, സൂചന കണ്ട് പഠിച്ചില്ലെങ്കിൽ എന്ന് പറഞ്ഞതുപോലെ തിരുവനന്തപുരത്തേക്ക് അവരെ വരുത്തിക്കാതിരിക്കുക അല്ലെ? തീർച്ചയായും.